നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലുണ്ടായ കനത്ത തിരിച്ചടി അവലോകനം ചെയ്യാൻ നിർണായക CPM കേന്ദ്ര കമ്മിറ്റി യോഗം ഇന്ന് ഡൽഹിയിൽ ആരംഭിക്കും. സംസ്ഥാന ജില്ലാ നേതൃയോഗങ്ങളിൽ നടന്ന ചർച്ചകളിൽ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും പിണറായി വിജയനുമെതിരെ കടുത്ത വിമർശനങ്ങൾ ഉയർന്നു വന്ന കാര്യം പ്രിയപ്പെട്ട പ്രേക്ഷകർ ഓർമ്മിക്കുക. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വാർത്തയുടെ വിവരങ്ങൾ നൽകാൻ ചേരുന്നു. ബൽറാം, വിശദാംശങ്ങൾ. കടുത്ത വിമർശനങ്ങൾ സെൻട്രൽ കമ്മിറ്റിയിൽ ഉയരും എന്നാണോ പ്രതീക്ഷിക്കുന്നത്? SK അത്തരത്തിലുള്ള സൂചനകൾ തന്നെയാണ് നമുക്ക് നേതാക്കളിൽ നിന്നും ലഭിക്കുന്നത്. കാരണം കേരളത്തിൽ ഇത്തവണ ഒരു തുടർ ഭരണം പ്രതീക്ഷയുണ്ട് എന്നായിരുന്നു ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് സംസ്ഥാന ഘടകം കേന്ദ്ര നേതൃത്വത്തിന് സമർപ്പിച്ച റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നത്. എന്നാൽ കടുത്ത നിരാശയാണ് തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടായത്. ചരിത്രത്തിൽ തന്നെ ഏറ്റവും കനത്ത പരാജയങ്ങളിൽ ഒന്നാണ് തെരഞ്ഞെടുപ്പിൽ CPM അടക്കമുള്ള LDF നേരിടേണ്ടി വന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് ആരംഭിക്കുന്ന 3 ദിവസത്തെ കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദമായ അവലോകനം ഉണ്ടാകും. സംസ്ഥാന സെക്രട്ടേറിയറ്റിലും സംസ്ഥാന സമിതിയിലും ഒപ്പം തന്നെ ജില്ലാ നേതൃയോഗങ്ങളിലും കടുത്ത വിമർശനങ്ങൾ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള സ്വയം വിമർശനങ്ങൾ അടക്കം നേതൃത്വത്തിനെതിരായ വിമർശനങ്ങളും ഉയർന്നിരുന്നു. സംസ്ഥാന സെക്രട്ടറിക്കും ഒപ്പം തന്നെ തെരഞ്ഞെടുപ്പിനെ നയിച്ച മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനും എതിരെ ലക്ഷ്യം വെച്ച് തന്നെയായിരുന്നു ഈ വിമർശനങ്ങൾ. ഇതിന്റെ ഒരു തുടർച്ച കേന്ദ്ര കമ്മിറ്റിയിലും ഉണ്ടായേക്കുമെന്ന് തന്നെയാണ് സൂചന. സംസ്ഥാനത്ത് നിന്നുള്ള നേതാക്കളോട് ഒപ്പം തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള അംഗങ്ങൾ ഉൾപ്പെടെ വിമർശനങ്ങൾ ഉന്നയിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രതീക്ഷകളിലൊന്നാണ് കേരളം എന്നുള്ളതാണ് സാഹചര്യം. എന്തായാലും ഇപ്പോൾ ഈ യോഗത്തിനായി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അടക്കമുള്ള നേതാക്കൾ ഇറങ്ങാൻ തുടങ്ങുകയാണ്. കേരള ഹൗസിൽ നിന്നും പ്രതികരണം അല്പസമയത്തിനകം തന്നെ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ കഴിഞ്ഞ പോളിറ്റ് ബ്യൂറോ യോഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ട സംസ്ഥാന ഘടകം ഒരു റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. അതിൽ വ്യക്തമാക്കുന്നത് UDF-ന് അനുകൂലമായ ഈ ന്യൂനപക്ഷ വോട്ടുകൾ ഏകോപിപ്പിച്ചതാണ് തിരിച്ചടിയായത് എന്നും ഒപ്പം തന്നെ ഈ വിമതന്മാർ അത് വലിയ വിമർശനങ്ങൾക്ക് കാരണമായിരുന്നു താഴെത്തട്ടിലുള്ള ചർച്ചകളിൽ അവർ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.